സനീഷ്, കോഴിക്കോടും വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. CPIM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തതും. ഇപ്പോൾ മുതലക്കുളത്ത് നിന്നും വലിയ പ്രകടനമായി കോഴിക്കോട് നഗരത്തിലേക്ക് എത്തുകയും പുതിയ സ്റ്റാൻഡിനടുത്ത് സമാപിക്കുമെന്നുമാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കോഴിക്കോട് നഗരത്തിലൂടെയാണ് ഈ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി മെഹബൂബ്, വസീഫ് അടക്കമുള്ള നേതാക്കൾ ഈ പ്രകടനത്തിന് നേതൃത്വം നൽകി മുൻപിലുണ്ട്. നൂറുകണക്കിന് പ്രവർത്തകരും പ്രകടനത്തിന്റെ ഭാഗമായി എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ രാജ്യത്ത് ഈ അന്വേഷണ ഏജൻസികളെ ബോധപൂർവമായി പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെ തിരിച്ചുവിടുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വല്ലാത്ത നയമുണ്ട്. ആ നയത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര അന്വേഷണ ഏജൻസികളാണ് എത്ര വർഷമായി ഇങ്ങനെ ഈ അന്വേഷണം നടത്തി വലിയ രീതിയിൽ CPM-നെ വേട്ടയാടുന്നു. രാജ്യത്ത് BJPക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന മതനിരപേക്ഷതയുടെ കേന്ദ്രമാണ് കേരളം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ആ കേരളത്തിലെ മതനിരപേക്ഷതയുടെ നേതൃത്വമായിരുന്നു പിണറായി വിജയൻ. BJPക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പിണറായി വിജയനെ വേട്ടയാടുക എന്നുള്ളത് അവരുടെ അജണ്ടയാണ്. ആ അജണ്ടയെ ഈ കേരളം പ്രതിരോധിക്കും. ഈ മോദി സതീശൻ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി എന്നുള്ളതാണ് മുദ്രാവാക്യം. എന്താണ് ഡീൽ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സതീശന്റെ ഇടപെടലുകളിൽ ദുരൂഹതയുണ്ട് എന്നുള്ളത് ഈ കേരളം സംശയിക്കുന്നുണ്ട്. ആ ദുരൂഹത തന്നെയാണ് ഇതിന്റെ പുറകിൽ എന്ന് അടിവരയിട്ട് പറയുന്ന തരത്തിൽ, ഉറപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാണുന്ന ചെയ്തികളെല്ലാം. അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി VD സതീശനും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയും ചേർന്ന് നടത്തുന്ന അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ EDയുടെ നേതൃത്വത്തിൽ CPIM-നെ തകർക്കാൻ വേണ്ടി മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള പിണറായി വിജയനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് CPIM-ന്റെ ആരോപണം. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ കണ്ടിരുന്നു റെയ്ഡ് നടക്കുന്ന മുഹമ്മദ് റിയാസിന്റെ കോട്ടൂളിയുടെ വീടിന് സമീപത്തും വലിയ പ്രതിഷേധ പ്രകടനം പ്രവർത്തകരുടെയും ജില്ലാ നേതാക്കളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ സമാന രീതിയിൽ ഇന്ന് തന്നെ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ വിവിധ പ്രാദേശിക തലങ്ങളിൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ അല്പസമയം മുമ്പ് ഇപ്പോൾ നിലവിൽ മുഹമ്മദ് റിയാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ട്. അദ്ദേഹം അല്പസമയം മുമ്പ് ഓൺലൈനായി സംസ്ഥാന അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ റെയ്ഡ് നടപടികളെല്ലാം തന്നെ പൂർത്തിയായതിനു ശേഷം അദ്ദേഹം പ്രതികരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ പുതിയ സ്റ്റാൻഡിലേക്ക് ഇപ്പോൾ ഈ പ്രകടനം എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന്റെ സമാപന പ്രസംഗങ്ങളിലേക്ക് ഈ ഒരു പ്രതിഷേധം നീങ്ങുകയാണ്. സനീഷ്, വലിയ പ്രതിഷേധ സമരമാണ് അവിടെ നടക്കുന്നത്. കോഴിക്കോട്ട് ഇപ്പോൾ വസീഫ് അവിടെ സംസാരിക്കുകയാണ്. എല്ലായിടത്തും CPIM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെയും പുറത്തേക്ക് ഇറങ്ങി സമരത്തിൽ പ്രതിഷേധിക്കുകയാണ്. നേരെ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ കാഴ്ചയിലുള്ളതാണ്, നമ്മുടെ അറിവിലുള്ളതാണ്. രാജ്യത്തുടനീളം പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്നതിന് വലിയ രീതിയിൽ BJP ഇടപെടുന്നത് നമ്മൾ കണ്ടതാ. കൺവിക്ഷൻ റേറ്റിൽ കുറ്റം തെളിയിക്കാവുന്ന കാര്യത്തിൽ ഏറ്റവും മോശം സ്ഥാനത്തുള്ളതാണ് ഈ ED എന്ന് പറയുന്നത്. ഈ ED ഉപയോഗിച്ച് രാജ്യത്തുടനീളം ആരൊക്കെ BJPക്കെതിരെ, സംഘപരിവാരത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നോ അവരെയെല്ലാം ഈ അന്വേഷണ ഏജൻസികളെ ആയുധമാക്കി അവരെ പറഞ്ഞയച്ച് വേട്ടയാടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്.